ഇന്ന് നമുക്ക് നസ്രിയയും ബേസിൽ ജോസഫും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ സൂക്ഷ്മദർശിനി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. ഈ കഥയിൽ ആരും അറിയാത്ത കുറച്ച് ട്വിസ്റ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്തെന്നൊക്കെ അറിയാൻ അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായികയായ പ്രിയയെ കാണിക്കുന്നു. പ്രിയ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അതിനായിട്ട് പ്രിയ തന്റെ കൂട്ടുകാരി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രിയയുടെ ഹസ്ബൻഡായ ആന്റണിയാണ്. ആന്റണി ഒരു കമ്പനിയിലെ ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ടാണ് ജോലി ചെയ്യുന്നതും. ഒരിക്കൽ ആന്റണിയുടെ ഹെഡ് വിളിച്ചിട്ട് മൃദുല ഒരേ കരച്ചിൽ അവൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാ പറയുന്നത്. അത് കേട്ട് ആന്റണി പറയും, സാർ, എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ 2 ക്ലയന്റിനെ വിട്ടുകൊടുക്കണമെന്നല്ലേ? ഞാൻ വിട്ടുകൊടുക്കാമെന്നും ആന്റണി പറയുന്നു. അത് കേട്ട ഹെഡ്, ഓക്കെ ആന്റണി, നിനക്ക് ഉറപ്പായി ഞാൻ പ്രൊമോഷൻ തരാമെന്നും പറഞ്ഞു. ആ കോൾ അവിടെ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് പ്രിയയും ആന്റണിയുമാണ്. ഇവർക്ക് 2 പേർക്കും ഒരു മകളുണ്ട്. മകളെയും ആന്റണിയും പറഞ്ഞു വിട്ടതിന് ശേഷം പ്രിയയാണെങ്കിൽ ഗേറ്റടയ്ക്കാൻ നിൽക്കുന്ന സമയമായിരുന്നു പ്രിയയുടെ വീട്ടിനടുത്തുള്ള കൂട്ടുകാരിയെ സ്റ്റെഫി ഇന്റർവ്യൂവിന് പോകുവാനായി ഇറങ്ങിയത്. പ്രിയയാണെങ്കിൽ സ്റ്റെഫിക്ക് ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് ഉടനെ തന്നെ അകത്തേക്ക് ഓടും. എന്നിട്ട് അവൾ റെഡിയായി കാറും എടുത്ത് സ്പീഡിൽ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്കും എത്തി. അവിടെ സ്റ്റെഫിയും ഉണ്ടായിരുന്നു. സ്റ്റെഫി ഇന്റർവ്യൂവിന് പോകുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് പ്രിയയും പോകുന്നത്. പ്രിയയെ കാണുന്ന സ്റ്റെഫി ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പ്രിയയോട് ചോദിക്കും, നീ എന്താ ഇവിടെ? എന്താ ഈ കാര്യമൊന്നും എന്നോട് പറയാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രിയ പറയും, അത് ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ജോലിക്ക് ശ്രമിച്ചതാ. പിന്നെ ഞാൻ നിന്നോട് പറയാതിരുന്നതാ എന്നൊക്കെ പറഞ്ഞ് ആ കാര്യം അവിടെ അങ്ങ് ഒഴിവാക്കി വിടും. അതിനുശേഷം 2 ആളും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാറിൽ വരികയായിരുന്നു. അപ്പോൾ പ്രിയയുടെ വീട്ടിന് അടുത്തായിട്ട് കിടക്കുന്ന വീട്ടിൽ പുതുതായി ഒരാൾ താമസത്തിന് വരുന്നത് അവർ കാണുന്നു. ആരാണെന്ന് അവർക്ക് അറിയത്തേയില്ല. അവർ 2 പേരും അതൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. താമസത്തിന് വന്നത് നായകനായ മാനുവലായിരുന്നു. മാനുവലിന്റെ സ്വന്തം വീടാണത്. മാനുവലിനൊപ്പം അമ്മയായ ഗ്രേസും ഉണ്ടായിരുന്നു. ഗ്രേസിന് സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് എപ്പോഴും പുറത്തൊന്നും കാണത്തേയില്ല. മാനുവലും ഗ്രേസും വന്ന കാര്യം ആ നാട്ടിലെ സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വ്യാപിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് സരോജിനി. ഈ സരോജിനിയാണ് പണ്ട് മാനുവലിനെ നഴ്സറിയിൽ പഠിപ്പിച്ചിരുന്നതും. സരോജിനി പറയും, ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് പറയുകയല്ല, വളരെ നല്ല പയ്യനാണ്, നല്ല നിഷ്കളങ്ക സ്വഭാവമാണ്, അവനെ പോലൊരു നല്ലൊരു പയ്യൻ ഈ ഭൂമിയിലേ കാണില്ല എന്നൊക്കെയുള്ള രീതിയിൽ മാനുവലിനെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കും. എന്നിട്ട് പറയും, മാനുവൽ നല്ല കാശുള്ള ഒരാളാണ്, അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് തറവാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ മാനുവലിനെ പുകഴ്ത്തി തന്നെ സംസാരിക്കും. ആ ഗ്രൂപ്പിൽ പ്രിയയും പിന്നെ സ്റ്റെഫിയും അങ്ങനെ അവളുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങിയ മാനുവൽ ആണെങ്കിൽ അവിടെയുള്ള സ്ത്രീകളോടൊക്കെ മാന്യമായി പെരുമാറും. അതോടുകൂടി സ്ത്രീകളുടെയൊക്കെ മുന്നിൽ അവനൊരു സ്റ്റാറായി. കൂടാതെ അവന്റെ വീടിന് മുകളിലായി ഒരു ഉടുമ്പിരിക്കുന്നത് അവൻ കാണുകയാണ്. അങ്ങനെ മാനുവൽ ആ ഉടുമ്പിനെ പിടിച്ച് കറി വെച്ച് അവിടെയുള്ള പുരുഷന്മാർക്ക് എല്ലാവർക്കും രാത്രി പാർട്ടി നടത്തുന്നു. അതോടുകൂടി പുരുഷന്മാർക്കുമിടയിൽ മാനുവൽ സ്റ്റാറായി. അതിനിടയിൽ വെച്ച് മാനുവൽ സ്റ്റെഫിയുമായി നല്ല കമ്പനിയാകുന്നു. ഈ സ്റ്റെഫി ഒരു സിംഗിൾ മദറാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാനുവൽ തന്റെ അങ്കിളായ റോയിയെയും റോയിയുടെ മകനായ ജോണിനെയും കാണാനായി എത്തുന്നു. എന്നിട്ട് അവരോട് തന്റെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളും അയൽവാസിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറയും. ചൊവ്വാഴ്ച ദിവസം നമുക്ക് ആ പ്ലാൻ നടത്താം. ചൊവ്വാഴ്ച ഇവിടെ ആരും കാണത്തില്ല, ആ പ്രിയ മാത്രമേ കാണൂ. അത് കേട്ട അങ്കിൾ പറയും, പകല് നടത്തുന്നത് റിസ്ക് ആണ്, അതുകൊണ്ട് രാത്രി മതിയെന്ന് പറയും. അത് കേട്ട ജോൺ പറയും, ചൊവ്വാഴ്ച വേണ്ട, നമുക്കായി ഒരു ദിവസം ഉറപ്പായും ദൈവം തരുമെന്നും ജോൺ പറയുന്നു. അവർ 3 പേരും ചേർന്ന് എന്തൊക്കെയോ ഗൂഢമായി പ്ലാൻ ചെയ്ത് അത് നടത്തുവാനായി പോവുകയാണ്. പക്ഷേ അതെന്തെന്ന് കാണിക്കുന്നില്ല. എന്നാൽ മറ്റൊരു വശത്ത് ആന്റണിക്ക് ചെറിയൊരു പ്രശ്നം. എന്തെന്നാൽ കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ ആന്റണിയും മൃദുലയും മറ്റുള്ള മെമ്പേഴ്സും ഒക്കെയുണ്ട്. അപ്പോൾ അവരുടെ ഹെഡ് ആണെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കും. പ്രൊമോഷൻ കിട്ടിയതാർക്ക്? ഈ മൃദുലയ്ക്ക്. ഏറ്റവും കൂടുതൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത നമ്മുടെ മൃദുലയെ സീനിയർ എക്സിക്യൂട്ടീവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറയും. അത് കേൾക്കുന്ന ആന്റണി ആണെങ്കിൽ ഒന്ന് ഷോക്കായി പോകുന്നു. കാരണം ആന്റണിക്ക് കിട്ടേണ്ട പ്രൊമോഷനാണ്. എന്നാൽ ഈ ഹെഡ് അവന് പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ വാക്ക് പാലിച്ചു. നമ്മുടെ ആന്റണിക്കും പ്രൊമോഷൻ കൊടുക്കുകയാണ്. പക്ഷേ ഒപ്പം ട്രാൻസ്ഫറും ഉണ്ട്. അവരുടെ തന്നെ കമ്പനിയുടെ കുച്ച് ബിഹാറിലെ ബ്രാഞ്ചിലേക്കാണ് ആന്റണിക്ക് പ്രൊമോഷൻ കിട്ടിയതും, അതും സീനിയർ എക്സിക്യൂട്ടീവായിട്ട്. ആന്റണിക്കാണെങ്കിൽ പോകണമോ വേണ്ടയോ എന്നുള്ള ടെൻഷനുമാണ്. എന്നാൽ മറ്റൊരു വശത്ത് പ്രിയയെ കാണിക്കുന്നു. പ്രിയ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നല്ലോ. അതിൽ ടെക്നിക്കൽ ഇന്റർവ്യൂ അവൾ പാസ്സായി. ഇനി ഒരു ഇന്റർവ്യൂ കൂടിയുണ്ട്. അത് അറ്റൻഡ് ചെയ്താൽ പ്രിയയ്ക്ക് ജോലി ഉറപ്പാണ്. അങ്ങനെ പ്രിയ ആ സന്തോഷം അവളുടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നു. ഞാൻ ടെക്നിക്കൽ ഇന്റർവ്യൂ പാസ്സായി. ഈ വരുന്ന ആഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് ഞാൻ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുവാനായി തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞ് ഡേറ്റും പറയുന്നു.
ആ മെസ്സേജ് എല്ലാം കേട്ട സ്റ്റെഫി ആണെങ്കിൽ മാനുവലിനോട് പറയും, ആരെങ്കിലും ടെക്നിക്കൽ ഇന്റർവ്യൂ പാസ്സായാൽ ഉടനെ തന്നെ അങ്ങ് വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുമോ? ഇനിയും ഒരു ലെവൽ ഇന്റർവ്യൂ കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ മാനുവൽ ചോദിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നെങ്കിൽ ഗ്രൂപ്പിലുള്ളവരെ മാത്രമേ വിളിക്കൂ, അല്ലാതെ വേറെ ആരെയും വിളിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയും, എല്ലാവരെയും ക്ഷണിക്കും, മാനുവലും വരണം എന്ന് പറയുന്നു. അങ്ങനെ മാനുവൽ ആണെങ്കിൽ പ്രിയയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റും അന്വേഷിക്കുകയാണ്. സ്റ്റെഫി പോയി കഴിഞ്ഞ ഉടനെ തന്നെ മാനുവൽ തന്റെ അങ്കിളായ റോയിയെ വിളിക്കുന്നു. ജോൺ പറഞ്ഞതുപോലെ ദൈവം നമുക്കായി കരുതി വെച്ച ദിവസം എത്തി, നമുക്ക് ആ പ്ലാൻ നടപ്പിലാക്കാമെന്നും പറയുന്നു. അങ്ങനെ പ്രിയയുടെയും ആന്റണിയുടെയും വെഡിങ് ആനിവേഴ്സറി ദിവസം എത്തി. അവിടെ ആഘോഷം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് മാനുവലും പോകുവാനായി ഇറങ്ങുന്നു. ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവനൊരു റൂമിൽ അയൺ ബോക്സ് ഓണാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയതും. മനഃപൂർവ്വമാണ് ചെയ്യുന്നതും. അങ്ങനെ പാർട്ടി നടക്കുന്ന സമയത്ത് പ്രിയയാണെങ്കിൽ മാനുവലിന്റെ വീട്ടിൽ നിന്നും തീ കത്തുന്നതായി കാണുന്നു. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. എന്തെന്നാൽ മാനുവലിന്റെ അമ്മ വീട്ടിൽ നിന്നും മിസ്സായിരിക്കുന്നു. എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. മാനുവലിനോട് ചോദിക്കുന്ന സമയത്ത്, അടുത്ത വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് ഞാൻ അവിടേക്ക് പോയിരുന്നു, ബന്ധുക്കളെയൊക്കെ വിളിച്ചു തിരക്കി, പക്ഷെ അമ്മ അവിടെ എന്നും എത്തിയിട്ടില്ലെന്നും മാനുവൽ സങ്കടത്തോടെ പറയുന്നു. അങ്ങനെ പോലീസ് ആണെങ്കിൽ എത്രയും വേഗം അമ്മയെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ പോലീസ് ഗ്രേസുമായി എത്തുന്നു. ഗ്രേസിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് കിട്ടിയത്. അപ്പോഴാണ് അവിടെ കൂടി നിന്ന് നാട്ടുകാർക്കും പോലീസിനും ഒരു കാര്യം മനസ്സിലായത്, ഈ ഗ്രേസിന് അൽഷിമേഴ്സിന്റെ രോഗമാണ്. അത് മനസ്സിലാക്കിയ ആന്റണിയും കൃഷ്ണൻ എന്നൊരാളും മാനുവലിനോട് പറയും, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോം നഴ്സിനെ നിർത്താം. പക്ഷെ മാനുവലിന് അവിടെ അങ്ങനെ ഹോം നഴ്സിനെ ആരെയും പരിചയമില്ല. അക്കാര്യം പറയുന്ന സമയത്ത് ആന്റണി പറയുന്നുണ്ട്, പ്രിയ പ്രസവിച്ച് കിടന്ന സമയത്ത് ലിസി എന്നൊരു ചേച്ചിയാണ് അവളുടെ കാര്യമൊക്കെ നോക്കിയത്, അതുകൊണ്ട് ലിസി ചേച്ചിയെ വിളിച്ച് ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പിരിയുകയാണ്. വീട്ടിലെത്തിയ ആന്റണി പ്രിയോട് പറയും, പണ്ട് ഗ്രേസ് ചേച്ചി ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് എന്നും വൈകിട്ട് 5:30 പാസഞ്ചറിനാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ ഓർമ്മയിലായിരിക്കും മിക്കവാറും ഗ്രേസ് ചേച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതെന്ന് പറയും. അത് കേട്ട പ്രിയ ചോദിക്കും, ഈ അൽഷിമേഴ്സ് ബാധിച്ച ഒരു രോഗിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുമോ? അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ അത് എങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യമൊക്കെ അവൾ ചോദിക്കുന്നുമുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മാനുവൽ പുറത്തോട്ട് പോകുമ്പോൾ അമ്മച്ചിയുടെ കാര്യം നോക്കുന്നതെല്ലാം സ്റ്റെഫിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അങ്കിളായ റോയിയെ കാണുവാനായിട്ട് മാനുവൽ എത്തുകയാണ്. അപ്പോൾ റോയിയുടെ മകനായ ജോൺ ആണെങ്കിൽ മാനുവലിന്റെ കയ്യിൽ ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നു. ഈ ടാബ്ലറ്റ് എന്തിലെങ്കിലും പൊടിച്ചു ചേർത്താൽ മതി, ഉറങ്ങിക്കോളും. അത് കേട്ട മാനുവൽ ആണെങ്കിൽ എത്രയും വേഗം നമ്മളുടെ പ്ലാൻ നടപ്പിലാക്കണം. ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്നു, അമ്മച്ചിക്ക് ഒരു കൂട്ടെന്താ ഒപ്പിച്ചു കൊടുക്കാത്തതെന്ന്. നാട്ടുകാരെല്ലാവരും ഹോം നഴ്സിനെ വെക്കുന്നതിനെ പറ്റി എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനു മുൻപായിട്ട് നമ്മുടെ പ്ലാൻ എല്ലാം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഒരു ചൊവ്വാഴ്ച ദിവസം അവരുടെ മനസ്സിലുള്ള പ്ലാൻ നടത്തുവാനായും അവർ തീരുമാനിച്ചു. എന്നാൽ മറ്റൊരു വശത്ത് പ്രിയ ആണെങ്കിൽ തന്റെ മറ്റൊരു കൂട്ടുകാരിയെ സുലുവിനെ കാണാനായി എത്തി. എന്നിട്ട് സുലുവിനോട് പറയും, എന്തിനായിരിക്കും ആ മാനുവൽ അമ്മച്ചിക്ക് അൽഷിമേഴ്സ് ആണെന്ന് പറയുന്നത്? ഈ അമ്മച്ചിക്ക് നമ്മളെക്കാൾ നല്ല ഓർമ്മയുണ്ട്. വെളിയിൽ പോയാൽ അകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പൂരിയിടാൻ അറിയാം, പിന്നെ മോട്ടർ നിറഞ്ഞാൽ അത് നിർത്താനറിയാം, മഴ പെയ്യാൻ പോകുന്നെങ്കിൽ തുണി വാരിയിടാനായിട്ട് അറിയാം. ഇങ്ങനെയുള്ള ഒരാളിനെ എങ്ങനെയാ അൽഷിമേഴ്സ് ആണെന്ന് പറയുന്നത്? അത് കേട്ട സുലു ആണെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റെഫി ചേച്ചി ആയിരിക്കും ചെയ്യുന്നത്. സ്റ്റെഫി ചേച്ചി ഇപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ എപ്പോഴും പോകാറുണ്ടെന്നും സുലു പറയും. അങ്ങനെയല്ല, നീ കുറച്ചു ദിവസം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാകുമെന്നും പ്രിയ പറയുന്നു. അത് കേട്ട സുലു പറയും, നിനക്കത്ര സംശയമാണെങ്കിൽ നീ നേരിട്ട് അമ്മച്ചിയോട് ചോദിക്കുവാനായും സുലു പറയുന്നു. എന്നാൽ എപ്പോഴും അമ്മച്ചിയുടെ കൂടെ മാനുവലും സ്റ്റെഫിയും ഒക്കെ ഉള്ളതിനാൽ അത് പ്രിയയ്ക്ക് സാധ്യമല്ലല്ലോ. അങ്ങനെ ഇരിക്കെ മാനുവലൊക്കെ പ്ലാൻ ചെയ്ത അതേ ദിവസം എത്തി. മാനുവൽ ആണെങ്കിൽ മാംഗോ ജ്യൂസിൽ ഗുളിക പൊടിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് സ്റ്റെഫിയെ വീട്ടിലേക്കും ക്ഷണിക്കുന്നു. ഞാനിന്ന് പുറത്തോട്ട് പോവുകയാണ്, അമ്മച്ചിയുടെ കാര്യം നന്നായി നോക്കണം, ഹോം നഴ്സിനെ റെഡിയാക്കുവാനായും പോവുകയാണെന്ന് പറയുന്നു. അമ്മച്ചിക്ക് ഒരു 11 മണിയാകുമ്പോൾ ഈ ജ്യൂസ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് മാനുവൽ അവിടെ നിന്ന് പോയത്. 11 മണിയായതും സ്റ്റെഫി അമ്മച്ചിക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ അമ്മച്ചി കുടിക്കുന്നതേയില്ല. അത് പക്ഷെ മാനുവലിന് അറിയാമായിരുന്നു. മാനുവലിന്റെ കോൾ അപ്പോഴേ സ്റ്റെഫിക്ക് വരികയാണ്. എന്നിട്ട് സ്റ്റെഫിയോട് ചോദിക്കും, അമ്മച്ചി കുടിക്കുന്നില്ലല്ലേ? സ്റ്റെഫി പറയും, അതേ കുടിക്കുന്നില്ല. അപ്പോൾ മാനുവൽ പറയും, എങ്കിലൊരു കാര്യം ചെയ്, സ്റ്റെഫി അത് കുടിച്ചു കാണിക്കേ, എങ്കിലും അമ്മച്ചി കുടിക്കും, അമ്മച്ചിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാത്. അങ്ങനെ സ്റ്റെഫി കോള് കട്ട് ചെയ്തിട്ട് ആ ജ്യൂസ് ഫുള്ളും കുടിക്കും. എന്നിട്ട് അടുത്തൊരു ഗ്ലാസ്സിൽ അമ്മച്ചിക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. സ്റ്റെഫി ജ്യൂസ് കുടിക്കുന്നത് കണ്ട് അമ്മച്ചിയും ജ്യൂസ് കുടിക്കും. അതേസമയം തന്നെ മാനുവലിന്റെ വീടിന് മുന്നിലായി റോയി കാറും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. റോയി കാറ് മുന്നിലോട്ട് എടുക്കുന്ന സമയം തന്നെയായിരുന്നു നമ്മുടെ പ്രിയ മാനുവലിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നതും റോയി കാണുന്നത്. റോയി ഉടനെ തന്നെ മാനുവലിനെ വിളിച്ചിട്ട്, ആ പ്രിയതോ നിന്റെ വീട്ടിലേക്ക് പോകുന്നു, എന്തിനാണെന്ന് അറിയത്തില്ലെന്നും റോയി പറയും. അത് കേട്ടതും മാനുവലിന് ആകെ ദേഷ്യം വരുന്നു. ഇവൾ എന്തിനാ ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് പോകുന്നത്?
20 മിനിറ്റാണ് ആകെ നമുക്ക് മുന്നിലുള്ള സമയം. അതിനു മുൻപ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണം. ആ പ്രിയയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അവൻ കോളും കട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ പ്രിയ വീട്ടിലേക്കും എത്തിയിരുന്നു. പ്രിയെ കണ്ട സ്റ്റെഫിക്ക് ആകെ കൺഫ്യൂഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തെന്നാൽ മാനുവൽ പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ വീട്ടിലേക്ക് മറ്റാരെയും കയറ്റരുതെന്ന്. സ്റ്റെഫിക്കാണെങ്കിലോ എങ്ങനെ പ്രിയയോടത് പറയുമെന്ന കൺഫ്യൂഷനുമാണ്. എന്നാൽ പ്രിയ ആണെങ്കിൽ അകത്തേക്ക് കയറി അമ്മച്ചിയോട് സംസാരിക്കുവാനായും തുടങ്ങി. വീട്ടിലേക്ക് വന്ന പ്രിയയ്ക്ക് സ്റ്റെഫി ജ്യൂസും ഒഴിച്ചു കൊടുത്തു. ആ ജ്യൂസ് പ്രിയ കുടിക്കുകയും ചെയ്തു. അതേസമയം തന്നെ മാനുവലിന് ആകെ ടെൻഷൻ. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന മാനുവൽ ആണെങ്കിൽ മുൻപ് ആന്റണി പറഞ്ഞ ഹോം നഴ്സായ ലിസിയുടെ കാര്യം ഓർത്തു. എങ്ങനെയും പ്രിയയെ അവിടെ നിന്ന് മാറ്റണമല്ലോ. അതിനായിട്ട് മാനുവൽ ആണെങ്കിൽ ഉടനെ തന്നെ ആന്റണിയെ ഫോൺ വിളിച്ചു. നിങ്ങളന്ന് പറഞ്ഞ ആ ഒരു ഹോം നേഴ്സ് ഇല്ലേ ലിസി, അവരുടെ നമ്പർ എനിക്ക് എത്രയും വേഗം തരണം, അർജന്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ ആന്റണി പ്രിയയെ ഫോൺ വിളിച്ചിട്ട് എന്റെ പഴയ ഫോണിൽ ലിസി ചേച്ചിയുടെ നമ്പറുണ്ട്, മാനുവലിന് കൊടുക്കാനായിട്ടാണ്, അത്യാവശ്യമാണ്, നമ്മുടെ കബോർഡിൽ ഇരിപ്പുണ്ടെന്നും പറഞ്ഞ് പ്രിയയെ വീട്ടിലേക്കും പറഞ്ഞു വിടുന്നു. പ്രിയ നേരെ വീട്ടിലെത്തി നമ്പർ എടുത്ത് ആന്റണിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ആന്റണി അത് മാനുവലിനും പറഞ്ഞു കൊടുക്കുന്നു. മാനുവലിന് ആ നമ്പറിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, എങ്ങനെയെങ്കിലും പ്രിയ അവിടെ നിന്ന് മാറ്റണം, അതായിരുന്നല്ലോ അവന്റെ ലക്ഷ്യവും. എന്നാൽ മറ്റൊരു വശത്ത് ജ്യൂസ് കുടിച്ച സ്റ്റെഫി ആണെങ്കിൽ ഉറങ്ങിപ്പോകുന്നു. എന്നാൽ അമ്മച്ചി അവിടെയൊന്നും കാണുന്നില്ല. അമ്മച്ചിയെ റോയി അങ്കിളാണെങ്കിൽ കാറിന്റെ ബാക്ക് സീറ്റിലിട്ട് കൊണ്ടുപോവുകയാണ്. അമ്മച്ചി മയങ്ങി കിടക്കുന്നുമുണ്ട്. അടുത്ത ദിവസം ഒരു റെയിൽവേ ട്രാക്കിൽ ആളുകളൊക്കെ കൂടി നിൽക്കുകയാണ്. അമ്മച്ചിയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അതും അമ്മച്ചിയുമായി സാമ്യമുണ്ടെന്നാ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യം സരോജിനി ടീച്ചർ ആണെങ്കിൽ പ്രിയയോടും സുലുവിനോടും ഒക്കെ പറയുന്നു. മാനുവലിനെ അവിടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഐഡന്റിഫൈ ചെയ്യാൻ. പക്ഷേ ബോഡിയെല്ലാം അരഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് കണ്ടെത്തുവാനായും പാടാണെന്നുമുള്ള കാര്യം സരോജിനി ടീച്ചർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. മാനുവലിന്റെ ന്യൂസിലാൻഡിലുള്ള സഹോദരിയെ ഡയാനയും എത്തിയിട്ടുണ്ട്. ഡയാനയെ പോലീസുകാർക്ക് മുന്നിൽ മാനുവൽ പരിചയപ്പെടുത്തിയും കൊടുക്കുന്നു. അപ്പോൾ പോലീസുകാരാണെങ്കിൽ ഡയാനയോട് പറയും, ഞങ്ങൾ അവിടെ ആകെയുള്ള CCTV ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്തു, പക്ഷേ സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കിട്ടിയില്ല, അമ്മച്ചിയെ അതിലൊന്നും കണ്ടതുമില്ല, പിന്നെ ബാക്കിയുള്ള റിപ്പോർട്ടുകൾ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാമെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഡയാന ചോദിക്കുന്നത്, അമ്മച്ചിക്ക് അൽഷിമേഴ്സ് അല്ലേ, അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും കറങ്ങി നിൽക്കുകയായിരിക്കും, അതായിരിക്കും അമ്മച്ചിയെ കാണാത്തതെന്നും പറയുമ്പോൾ പോലീസുകാർ അന്വേഷിക്കാമെന്നും പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സുലുവിനടുത്ത് നിൽക്കുകയായിരുന്നു പ്രിയ. അപ്പോൾ സുലു ചോദിക്കും, അന്ന് നീ അമ്മച്ചിയുടെ അടുത്ത് നിന്നും പോയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ. അപ്പോൾ പ്രിയയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. മാനുവൽ ലിസി ചേച്ചിയുടെ നമ്പർ ചോദിച്ചാണല്ലോ ആന്റണിയെ വിളിച്ചത്, അതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. ഉടനെ തന്നെ പ്രിയ ലിസി ചേച്ചിയെ വിളിച്ചിട്ട് മാനുവൽ നിങ്ങളെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മാനുവൽ വിളിച്ചിട്ടേ ഇല്ല എന്ന കാര്യം ലിസി പറയുകയാണ്. അത് കേട്ട പ്രിയ ആണെങ്കിൽ സുലുവിനോട് പറയും, ഇത് മാനുവൽ എന്നെ അവിടെ നിന്ന് മാറ്റിയതാണ്, ഉറപ്പായും ഞാൻ ആ വീട്ടിലെത്തിയ കാര്യം മിക്കവാറും സ്റ്റെഫി ആയിരിക്കില്ല പറഞ്ഞത്, മാനുവലിനൊപ്പം മറ്റാരൊക്കെയോ ഉണ്ട്, എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ മാനുവലിന് എന്ത് കിട്ടാനാ എന്നൊക്കെയുള്ള കാര്യം പ്രിയ ചിന്തിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡയാനയെ പ്രിയ കാണും. ഡയാനയ്ക്ക് അടുത്തേക്ക് ചെന്ന പ്രിയ ആണെങ്കിൽ, മാനുവലിന്റെ സിസ്റ്റർ അല്ലേ, എന്റെ പേര് പ്രിയ, ഞാനിപ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണ്, ന്യൂസിലൻഡിലല്ലേ ഡയാനയുടെ ജോലി, എന്റെ ഒരു ഓപ്ഷനും ന്യൂസിലൻഡാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഡയാനയുടെ ഫോൺ നമ്പറും പ്രിയ വാങ്ങും. അങ്ങനെ ഡയാന മാനുവലിന് അടുത്തെത്തിയിട്ട്, ഞാൻ അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കില്ല, നാളെ തന്നെ ഞാൻ തിരികെ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്, നീ ഇക്കാര്യം മറ്റുള്ളവരെ അറിയിക്കണം, എനിക്ക് അവരോട് അത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ മാനുവൽ പറയും, നീ പൊയ്ക്കോ, നിനക്ക് ചെന്നിട്ട് അത്യാവശ്യമുള്ളതല്ലേ, മറ്റുള്ളവരോടൊക്കെ ഞാൻ സംസാരിച്ചോളാമെന്നും മാനുവൽ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഡയാന ന്യൂസിലൻഡിലേക്കും പോവുകയാണ്. അന്ന് രാത്രി മാനുവൽ ആണെങ്കിൽ തന്റെ വീട്ടിലേക്ക് വരുന്നു. മാനുവലിന്റെ കയ്യിൽ ലിറ്റർ കണക്കിന് ആസിഡും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ എന്തോ ശബ്ദം കേട്ട് പ്രിയയും ഞെട്ടി ഉണരുകയാണ്. അവൾ നേരെ ചെന്ന് ജനൽ വഴി നോക്കിയത് മാനുവലിന്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ മാനുവലിന്റെ വീട്ടിലെ ഒരു മുറിയിലാണെങ്കിൽ അമ്മച്ചി നിൽക്കുന്നതായി അവൾക്ക് തോന്നുന്നു. അവൾ ഉടനെ തന്നെ പേടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ആന്റണി അവിടേക്ക് പ്രിയയെ തിരക്കി വന്നതും. പ്രിയ അപ്പോൾ ആന്റണിയോട് പറയും, ദേ മാനുവലിന്റെ വീട്ടിലെ ആ മുറിയിൽ അമ്മച്ചി നിൽക്കുന്നത് ഞാൻ കണ്ടു, സത്യമാ, അത് അമ്മച്ചി തന്നെയാ. അത് കേട്ട ആന്റണി പറയും, ചിലപ്പോൾ അമ്മച്ചി തിരിച്ചു വന്ന് കാണും, നമുക്ക് നാളെ തന്നെ മാനുവലിനോട് ചോദിക്കാമെന്നും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ആന്റണി മാനുവലിനെ വിളിച്ചിട്ട് അമ്മച്ചി തിരിച്ചു വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അമ്മച്ചിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്ന് മാനുവൽ പറയുന്നു. അക്കാര്യം ആന്റണി പ്രിയയോടും പറഞ്ഞു. അങ്ങനെ പ്രിയയാണെങ്കിൽ തന്റെ 2 കൂട്ടുകാരികളായ സുലുവിനെയും അസ്മയെയും കാണുവാനായി എത്തി. എന്നിട്ട് പറയും, ഞാൻ ഇന്നലെ കണ്ടത് ഉറപ്പായും അമ്മച്ചിയെ തന്നെയാ, എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ അമ്മച്ചി ഉണ്ടെന്നാ, അമ്മച്ചി ആ വീട്ടിൽ ഉറപ്പായും കാണും, ഞാൻ എന്തായാലും അത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു പ്ലാൻ ഇടും. എന്നും രാത്രി മാനുവൽ പുറത്തേക്ക് പോകും. ആ സമയത്ത് അസ്മയും സുലുവും അവൾക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. മാനുവൽ വരുന്നുണ്ടോ അതോ മറ്റാരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ രാത്രിയായി.
ആന്റണിക്കും മകൾക്കും ആഹാരം കൊടുത്തു കഴിഞ്ഞതും നേരെ പ്രിയയാണെങ്കിൽ മാനുവലിന്റെ വീട്ടിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ആരും അറിയാതെ അവന്റെ വീട്ടിലെ മുകളിലത്തെ നിലയിലേക്കും പോകുന്നു. എവിടെയാണോ അമ്മച്ചിയെ കണ്ടത് ആ മുറിയിലേക്ക്. പ്രിയ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അസ്മയും സുലുവും കോളിലും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്തായിരുന്നു അടുത്ത വീട്ടിലെ ഒരാളാണെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്നത് അവൾ കാണുന്നതും. അവളെ കണ്ടതും അയാളുടെ ബോധം പോയി. ഒന്നാമത് പ്രിയയാണെങ്കിൽ വെള്ളവേഷമായിരുന്നു ധരിച്ചിരുന്നതും. അങ്ങനെ പ്രിയ അവിടെയുള്ള ജനാല വഴി അകത്തേക്ക് നോക്കുന്ന സമയത്ത് ജോൺ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ആ ജനാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അകത്തുള്ള ആളിനെ കാണാൻ പറ്റില്ല, ബ്ലാക്ക് നിറമായിരുന്നു. പക്ഷെ ജോൺ ആണെങ്കിൽ കറക്റ്റ് പ്രിയയെ കണ്ടു. ഉടനെ തന്നെ ജോൺ ആണെങ്കിൽ മാനുവലിനെ വിളിച്ചിട്ട്, ദേ ആ പ്രിയ, അടുത്ത വീട്ടിലെ ആ പെണ്ണ്, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. അവൾ ദേ ഇവിടെ നിന്ന് നോക്കുന്നു. എന്നെ കണ്ടില്ല അവൾ. ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ ജോൺ പറയുമ്പോൾ ദേഷ്യം വന്ന മാനുവലാണെങ്കിൽ ഉടനെ തന്നെ കാറുമെടുത്ത് തന്റെ വീട്ടിലേക്ക് വരുന്നു. മാനുവൽ തിരികെ വരുന്നത് കണ്ട അസ്മയും സുലുവും പ്രിയയെ ആ വിവരം അറിയിക്കുന്നു. പ്രിയ ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായി നോക്കുന്നു. വീട്ടിലെത്തിയ മാനുവലാണെങ്കിൽ അവിടെ ആകെ പ്രിയയെ പരിശോധിക്കും. എന്നാൽ മതിൽ ചാടി തന്റെ വീട്ടിലേക്ക് പോകുവാനായി ശ്രമിക്കുന്ന പ്രിയയെ കണ്ട മാനുവലാണെങ്കിൽ, എന്താ പ്രിയ, ആളില്ലാത്ത വീട്ടില് ഇങ്ങനെ മതിലേക്ക് ചാടി? നിനക്ക് ചിലപ്പോൾ മതിൽ ചാട്ടം ശീലമായിരിക്കാം, പക്ഷേ അത് എന്റെ വീട്ടിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാനുവൽ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് നേരെ അവൻ വന്ന് നോക്കുന്നത് അവന്റെ വീട്ടിലെ ബാത്റൂമിന്റെ പൈപ്പ് ലീക്കായി വെള്ളം പോകുന്നതായിരുന്നു. അത് ഫോട്ടോയും എടുത്ത് അവിടെ നിന്ന് നേരെ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് ജോൺ ഉണ്ടായിരുന്നല്ലോ. ജോണിനടുത്തെത്തിയ മാനുവൽ ആണെങ്കിൽ, ഇവിടുത്തെ പൈപ്പ് ലീക്കാണ്. അന്നേ അങ്കിള് പറഞ്ഞതാ വല്ല പറമ്പിലാകണം കുഴികുത്തി മൂടിയാൽ മതിയെന്ന്. നീയാ കേൾക്കാത്തെ. നിന്നെ വിശ്വസിച്ച ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടതെന്നും ജോണിനോട് പറയുകയാണ്. അത് കേട്ട ജോൺ പറയും, ബോഡി ഇവിടെ വെച്ചിരിക്കുന്നത് റിസ്ക് ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ബോഡി ഇവിടെ നിന്ന് മാറ്റാം. അത് കേട്ട മാനുവൽ പറയും, അതൊന്നും വേണ്ട, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എത്രയും വേഗം തീർക്കുവാനായും പറഞ്ഞു. അപ്പോഴേക്കും ജോൺ ടോയ്ലറ്റിലേക്ക് ചെന്നിട്ട് ആസിഡ് ഒഴിച്ച് ക്ലോസറ്റിലൂടെ ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മാനുവലിനെ റോയ് വിളിക്കുകയാണ്. ന്യൂസിലൻഡിൽ നിന്നും അവൾ വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ സംശയമുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കാര്യം നടത്തണം. പിന്നെ ആ പ്രിയയ്ക്കും നല്ല സംശയമുണ്ട്. അവളെയും സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് റോയ് എങ്കിൽ കോള് കട്ട് ചെയ്തതും. അടുത്ത ദിവസം പ്രിയയും സുലുവും അസ്മയും ഒക്കെ പ്രിയ മതിൽ ചാടിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പ്രിയ വരുന്ന കാര്യം എങ്ങനെയായിരിക്കാം മാനുവൽ അറിഞ്ഞിട്ടുണ്ടാവുക? മാനുവൽ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ പ്രിയ അന്വേഷിച്ചാണ് ഓടിയതെന്നും അസ്മ പറയുകയാണ്. അങ്ങനെ അവർക്ക് ആകെ സംശയം നമ്മുടെ സ്റ്റെഫിയെ തന്നെയായിരുന്നു. ഉടനെ തന്നെ സ്റ്റെഫിയുടെ അടുത്തേക്ക് പോയി. ഇവരുടെ പ്ലാനുകളെല്ലാം സ്റ്റെഫിക്കും അറിയാമായിരുന്നു. നീയാണോ മാനുവലിനോട് എല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞതെന്ന് പ്രിയ ചോദിക്കുമ്പോൾ, ഞാനോ? അന്ന് അമ്മച്ചി മിസ്സായതിനു ശേഷം ഇതുവരെ മാനുവൽ എന്നോട് മിണ്ടിയിട്ടേയില്ല. ഞാൻ കാരണമാ അമ്മച്ചി മിസ്സായതെന്നാ മാനുവൽ കരുതുന്നത്. അന്ന് ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമാ എനിക്ക് ഉറക്കം വന്നത്. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആളെയല്ല. പക്ഷെ ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി. നീയും ആ ജ്യൂസ് കുടിച്ചതില്ലേ പ്രിയെ? നിനക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് സ്റ്റെഫി ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നായിരുന്നു പ്രിയയുടെ മറുപടി. വീട്ടിലെത്തിയ പ്രിയയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഡയാനയെ പറ്റി ഓർക്കും. ഡയാനയുടെ നമ്പറാണെങ്കിൽ പ്രിയയുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ഉടനെ തന്നെ പ്രിയയാണെങ്കിൽ ഡയാനയോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിന് മറുപടിയായി വന്നത്, കുറച്ച് തിരക്കാണ്, പിന്നീട് സംസാരിക്കാം എന്നായിരുന്നു. അന്നേ ദിവസം രാത്രി തന്നെ മാനുവൽ എന്തൊക്കെയോ ചാക്കുകെട്ടുകൾ തന്റെ വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുന്നത് അസ്മയും പ്രിയയും കാണുന്നു. നാളെ തന്നെ അത് എന്തെന്ന് നോക്കണമെന്ന് അവർ രണ്ടാളും തീരുമാനിക്കും. അടുത്ത ദിവസം രാവിലെ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ടാണ് മാനുവൽ ഉറക്കമുണർന്നതും. അത് ന്യൂസിലൻഡിൽ നിന്നുമുള്ള മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് കണ്ട് ഞെട്ടിയ അവനാണെങ്കിൽ നേരെ ജോണിനടുത്ത് പോയിട്ട്, ദേ ന്യൂസിലൻഡിൽ നിന്നും അവൾ വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം ഈ പരിപാടികളെല്ലാം തീർക്കണം. അത് കേട്ട ജോൺ പറയും, അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇനിയും കുറച്ച് സമയം വേണം. നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തടഞ്ഞു നിർത്തുവാനായി നോക്ക്. അത് കേട്ട മാനുവൽ ആണെങ്കിൽ, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. നീ എത്രയും വേഗം ഇത് തീർക്ക്. നാളെ വൈകിട്ട് അവൾ ഇവിടെ എത്തും. അതിനു മുൻപ് ഇവിടെ ക്ലീൻ ആയിരിക്കണമെന്ന് മാനുവൽ പറയുന്നു. ഉടനെ തന്നെ മാനുവൽ തന്റെ അങ്കിളായ റോയെ വിളിച്ച് കാര്യം പറയുകയാണ്. അപ്പോൾ റോയ് പറയും, നീ തന്നെ എയർപോർട്ടിൽ പോയി അവളെ പിക്ക് ചെയ്യണം. മറ്റാരും അവളെ കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കരുതെന്നും മാനുവലിനോട് പറഞ്ഞു. അതിന് മാനുവൽ സമ്മതിക്കുകയും അന്നേ ദിവസം തന്നെ കുറെ ചാക്കുകെട്ടുകൾ വണ്ടിക്കകത്തിട്ടിട്ട് മാനുവൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അത് പ്രിയയും അസ്മയും സുലുവും ഒക്കെ കണ്ടു. ഉടനെ തന്നെ പ്രിയ സുലുവിനോടും അസ്മയോടും ആ ചാക്കുകെട്ടിൽ എന്താണെന്ന് നിങ്ങൾ പോയി നോക്കണമെന്നും പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും മാനുവലിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അസ്മയോട് കോളിംഗ് ബെൽ അടിക്കുന്നത് പോലെ ആക്ട് ചെയ്യാനായിട്ടാണ് സുലു പറഞ്ഞത്. എന്നാൽ അവിടെ ചെന്ന അസ്മയ്ക്കാണെങ്കിലോ ആകെ ടെൻഷനായി. ആക്ട് ചെയ്യുന്നതിന് പകരം അവൾ ഒറിജിനലായി ആ കോളിംഗ് ബെല്ലിൽ അമർത്തുകയും ചെയ്തു. അതേസമയം തന്നെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ജോൺ ആണെങ്കിൽ ആരെന്നറിയാനായിട്ട് നോക്കിയപ്പോൾ അസ്മയെ കാണുകയാണ്. സുലുവും അവിടെ ചെന്നിട്ട് എന്താണെന്നറിയാൻ ചാക്കുകെട്ട് മാറ്റി നോക്കിയ സമയത്ത് പൈപ്പ് പൊട്ടി ലീക്കായി വെള്ളം പുറത്തേക്ക് പോകുന്നത് അറിയാതിരിക്കാനാണ് ചാക്കുകെട്ടുകൾ വെച്ചിരിക്കുന്നതെന്നും മാത്രവുമല്ല അവിടെ പുതുതായി പെയിന്റ് ചെയ്തിരിക്കുന്ന കാര്യം സുലുവിന് മനസ്സിലായി. അവൾ അതെല്ലാം ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു.
എന്നാൽ പുറത്തു നിൽക്കുന്ന അസ്മയെ കണ്ട ജോൺ ആണെങ്കിൽ ഉടനെ തന്നെ മാനുവലിനെ വിളിച്ചിട്ട് 2 പെണ്ണുങ്ങൾ ദാ ഇവിടെ വന്ന് നിൽപ്പുണ്ട്, കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന മാനുവൽ ആണെങ്കിൽ ഇവളൊക്കെ എന്തിനാ എന്റെ വീട്ടിലേക്ക് വരുന്നത്, ഞാൻ വരാൻ കുറച്ച് സമയം എടുക്കും, അതുവരെ അവരുടെ കാര്യം എങ്ങനെയെങ്കിലും നീ ഡീല് ചെയ്യുന്നു ജോണിനോട് പറഞ്ഞു. അങ്ങനെ ജോൺ ആണെങ്കിൽ വീടിന് പുറത്തേക്ക് വരും. ജോണിനെ കണ്ടതും അസ്മ പേടിച്ചു പോവുകയാണ്. എന്നിട്ട് ജോൺ 2 പേരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. വീട്ടിൽ നിൽക്കുകയായിരുന്ന പ്രിയയ്ക്ക് ആന്റണിയുടെ കോള് വരികയാണ്. പ്രിയ മാനുവലിന്റെ അമ്മച്ചിയെ കണ്ടെത്തി. ഏതാ ഓൾഡേജ് ഹോമിൽ നിന്നുമാ കണ്ടെത്തിയത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഓൾഡേജ് ഹോമിലേക്കും കൊണ്ടുപോയതെന്ന കാര്യം ആന്റണി പറയുകയാണ്. പ്രിയയും അത് കേട്ട് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ മാനുവൽ അമ്മച്ചിയും കൊണ്ട് വീട്ടിലേക്കും വരുന്നു. വീട്ടിൽ ഒരുപാട് പേർ കൂടി നിൽക്കുകയാണ്. അമ്മച്ചിയെ അകത്തേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. അതെല്ലാം കാണുന്ന സുലുവും അസ്മയും ഒക്കെ പ്രിയയോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് മാനുവൽ അമ്മച്ചിയെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണെന്ന്. ആ മാനുവലിനെ വെറുതെ സംശയിച്ചു എന്ന് പറഞ്ഞ് സുലുവും അസ്മയും ഒക്കെ അവിടെ നിന്ന് പോവുകയാണ്. എന്നാലും വീട്ടിലെത്തിയ പ്രിയയുടെ മനസ്സിലെ സംശയങ്ങളൊന്നും തീരുന്നില്ല. അവൾ എന്തൊക്കെയോ ചിന്തിച്ചതിന് ശേഷം ഡയാനയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കും. ഡയാന, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നായിരുന്നു. എന്നാൽ അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഡയാനയുടെ ഫോൺ മാനുവലിന്റെ കയ്യിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ മാനുവൽ അമ്മച്ചിയും കൂട്ടി തറവാട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരുടെ യാത്ര പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതും. അന്നേ ദിവസം തന്നെയായിരുന്നു സ്റ്റെഫിക്കും പ്രിയയ്ക്കും ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കുവാനായിട്ട് പ്രിയ പോവുകയാണ്. പോകുന്ന സമയത്തെല്ലാം ഡയാനയെ അവൾ വിളിക്കുന്നുമുണ്ട്. അപ്പോഴെല്ലാം മാനുവൽ ആ കോള് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരുന്നു. പ്രിയയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും സംശയവും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി ചെന്നിരുന്ന സമയത്തും അവൾ അവസാനമായി ഒന്നുകൂടി വിളിക്കും. അപ്പോഴും മാനുവൽ കോള് കട്ട് ചെയ്തിട്ട് അത് സ്വിച്ച് ഓഫ് ആക്കി കളയുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോൾ സ്റ്റെഫിയോട് അവൾ പറയും, എനിക്ക് തോന്നുന്നത് ഡയാന ഉറപ്പായും ന്യൂസിലൻഡിലേക്ക് പോയിട്ടില്ല. എന്തെന്നാൽ ഞാൻ ലാസ്റ്റ് വിളിച്ച സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. എന്നാൽ സ്വിച്ച് ഓഫ് പറയുന്നത് മലയാളത്തിലായിരുന്നു. ഇന്റർനാഷണൽ കോളുകളിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയുന്നതെന്നുള്ള കാര്യം പ്രിയ സ്റ്റെഫിയോട് പറയുന്നു. സ്റ്റെഫിക്കും ആകെ കൺഫ്യൂഷനായി. പ്രിയയ്ക്ക് ടെൻഷൻ കാരണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായും പറ്റിയില്ല. അവൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയത് തന്റെ കൂട്ടുകാരിയുടെ അടുത്തേക്കായിരുന്നു. കൂട്ടുകാരി ലാബ് നടത്തുകയാണ്. അവിടെ ചെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം നേരെ പ്രിയ അവിടെ നിന്നും പോകുന്നു. ഡയാനയെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ പ്രിയ നേരെ ഡയാനയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ കയറി നോക്കും. അപ്പോൾ അതിൽ നിന്നും പ്രിയയ്ക്കൊരു കാര്യം മനസ്സിലായി. അതാണ് കഥയിലെ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഈ ഡയാന അതിഥി എന്നൊരു പെൺകുട്ടിയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. ഇവർ 2 പേരും ലെസ്ബിയൻസ് ആണ്. അത് മനസ്സിലാക്കി പ്രിയ ആണെങ്കിൽ നേരെ അതിഥിയുടെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അതിഥിയാണെങ്കിൽ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. എയർപോർട്ടിലെത്തിയ അതിഥിയെ പിക്ക് ചെയ്യാനായിട്ട് വരാനിരുന്നത് മാനുവൽ തന്നെയായിരുന്നു. മാനുവലിനെ ഫോൺ വിളിക്കുകയാണ് അതിഥി. അപ്പോൾ മാനുവൽ പറയുന്നു, അതിഥിയെ ഫോൺ വിളിച്ച മാനുവൽ ആണെങ്കിൽ എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി, നീ ഒരു ടാക്സി വിളിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരുവാനായും പറഞ്ഞു. അങ്ങനെ അതിഥി ടാക്സി വിളിച്ച് മാനുവലുള്ള സ്ഥലത്തേക്ക് ചെന്നു. കാറിൽ കയറിയ അതിഥിയാണെങ്കിൽ ഡയാന വന്നില്ലേ എന്ന് തിരക്കുമ്പോൾ ഡയാന ഉണ്ട്, അവൾ അമ്മച്ചിയോടൊപ്പം ഫാമിലി ബേക്കറിയിലാണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയ സമയത്തായിരുന്നു മാനുവലിന് റോയ് അങ്കിളിന്റെ കോൾ വന്നതും. കോൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് മാനുവൽ കാർ സൈഡിൽ ഒതുക്കിയിട്ട് ദേ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി നിന്ന് സംസാരിക്കുന്നു. അതേസമയം തന്നെ അതിഥിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് പ്രിയയുടെ മെസ്സേജ് വരികയാണ്. ഞാൻ പ്രിയ, ഡയാനയുടെ ഫ്രണ്ടാണ്. ഡയാന കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾ കേരളത്തിലാണെന്ന് പറയും. ഉടനെ തന്നെ പ്രിയ അതിഥിയുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് അതിഥിയെ വിളിക്കുകയാണ്. അതിഥിയോട് ചോദിക്കും, അന്ന് ഡയാന അവിടേക്ക് വന്നില്ലേ, ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് ഡയാന പോകുന്നത്. ഡയാന എനിക്ക് മെസ്സേജും അയച്ചിരുന്നു ന്യൂസിലൻഡിൽ എത്തിയെന്ന്. എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവരിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് പ്രിയ തിരക്കിയ സമയത്ത് ഡയാന ഇപ്പോൾ അവരുടെ ഫാമിലി ബേക്കറിയിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്, അവിടേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നും പറഞ്ഞു. അതേസമയം തന്നെ മാനുവലിനെ കാണിക്കുകയാണ്. മാനുവലിനോട് റോയ് അങ്കിൾ ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് പറയുന്നു? മാനുവൽ പറയും, അവൾക്കിപ്പോൾ ഡയാനയെ കണ്ടേ പറ്റുമെന്നാ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്ന സമയത്ത് റോയ് അങ്കിൾ മറ്റൊരാളുടെ കയ്യിലാണ് ഫോൺ കൊണ്ട് കൊടുക്കുന്നത്. എന്ത് ചെയ്യണമെന്നാ അവൻ ചോദിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആ ഫോൺ വാങ്ങിയത് മറ്റാരുമല്ല, അമ്മച്ചി തന്നെയായിരുന്നു. അമ്മച്ചിയാണ് ഇതിലെ യഥാർത്ഥ വില്ലത്തി. അവൾക്ക് ഡയാനയല്ലേ കാണേണ്ടത്, നീ അവൾക്ക് ഡയാനയെ കാണിച്ചു കൊടു എന്ന് പറഞ്ഞ് അമ്മച്ചി കോളും കട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ കാറിലിരിക്കുകയായിരുന്ന അതിഥിക്ക് ഒരു മെസ്സേജ് വരികയായിരുന്നു. അത് പ്രിയയുടെ മെസ്സേജ് ആയിരുന്നു. പ്രിയ ആ വീഡിയോ പരിശോധിച്ചതിന് ശേഷം അതിഥിക്ക് മെസ്സേജ് അയച്ചു, നീ ആ മാനുവലിനൊപ്പം പോകരുത്, നീ അപകടത്തിലാണ് എന്നായിരുന്നു ആ മെസ്സേജ്. നിനക്ക് ഡയാനെ കാണണ്ടേ എന്ന് ചോദിച്ച് അവളുടെ മുഖത്തേക്ക് മയങ്ങുവാനുള്ള സ്പ്രേയും അടിച്ചു. അപ്പോഴേക്കും അതിഥിയുടെ ബോധവും പോയിരുന്നു.
അങ്ങനെ അതിഥിയെയും കൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അതിഥിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. പ്രിയയാണെങ്കിൽ അതിഥിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. അവൾക്ക് ആകെ ടെൻഷൻ. ഫാമിലി ബേക്കറിയിലേക്കാണ് പോകുന്നതെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പ്രിയയാണെങ്കിൽ ബേക്കറിയിൽ ചെന്ന് വെയിറ്റ് ചെയ്തു. രാത്രിയായിട്ടും അവിടെ ആരെയും കാണുന്നില്ല. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പോകുവാനായി ഇറങ്ങുന്ന സമയത്തായിരുന്നു മാനുവലയ്ക്ക് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോകുന്നതിന്റെ ഒരു പോസ്റ്റർ അവൾ കാണുന്നത്. ഉടനെ തന്നെ അവിടേക്ക് പോകുവാനായി തീരുമാനിച്ച് പുതിയ ഔട്ട്ലെറ്റിന്റെ പണി നടക്കുന്ന സ്ഥലത്തേക്കും എത്തി. അവിടെ വെച്ച് ലാബിലുള്ള പ്രിയയുടെ ഫ്രണ്ട് ഫോൺ വിളിക്കുകയാണ്. എടി, നീ തന്ന ആ ഒരു സാമ്പിൾ ഉണ്ടല്ലോ, അത് കുറച്ച് കുഴപ്പം പിടിച്ചതാണ്. ഞാനത് പരിശോധിച്ച സമയത്ത് ആസിഡിന്റെയും ഹ്യൂമൻ പാർട്സിന്റെയും അംശം അതിൽ നിന്ന് കണ്ടെത്തി. നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകാതെ പോലീസിനോട് പറയുവാനായും പറഞ്ഞ് ആ ഫ്രണ്ടും കോള് കട്ട് ചെയ്യുന്നു. അന്ന് പ്രിയ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ലാബിലുള്ള തന്റെ കൂട്ടുകാരിയെ കണ്ടിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണിച്ചല്ലോ. അതെന്തെന്നാൽ ഒരിക്കൽ മാനുവലിന്റെ വീടിന്റെ ഭിത്തിയിലാണെങ്കിൽ എന്തോ സംശയിക്കുന്ന രീതിയിൽ കറ പറ്റിയിരിക്കുന്നത് പ്രിയ കണ്ടിരുന്നു. അതവൾ ചുരണ്ടി ഇളക്കി ലാബിലുള്ള തന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് പരിശോധിക്കുവാനായും പറഞ്ഞിരുന്നു. ആ കറയിൽ നിന്നാണ് ആസിഡിന്റെയും ഹ്യൂമൻ പാർട്സിന്റെയും അംശം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. അങ്ങനെ പ്രിയയാണെങ്കിൽ ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറയുന്നു. മാഡം പാനിക്കാകണ്ട, ഞങ്ങളെല്ലാവരും ഉടനെ ഇപ്പോൾ അവിടെ എത്തുമെന്ന് പറഞ്ഞ് പോലീസും കോള് കട്ട് ചെയ്യും. പ്രിയ അവിടെ ആകെ പരിശോധിക്കുമ്പോൾ അതിഥിയെ ഒരു ടേബിളിന് മുകളിൽ കിടത്തിയിരിക്കുന്നത് കാണും. അവളുടെ ചുറ്റും റോയങ്കിളും പിന്നെ മാനുവലും റോയങ്കിളിന്റെ മകനായ ജോണും നിൽക്കുന്നത് കണ്ടു. അത് കണ്ട് പേടിച്ച പ്രിയയാണെങ്കിൽ നേരെ അവളുടെ കാറിനടുത്തേക്ക് ഓടുവാനായി പോകുമ്പോൾ അവൾ ഓടുന്ന സൗണ്ട് മാനുവൽ കേൾക്കുകയാണ്. മാനുവലും പ്രിയയുടെ പിന്നാലെ വന്നു. അവളുടെ കാറിന് മുകളിൽ ചാടി കയറിയതിനു ശേഷം കാറിന്റെ ചില്ലയ്ക്ക് അടിച്ചു തകർക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന പ്രിയയാണെങ്കിൽ കാറിന് മുന്നിലിരിക്കുന്ന മാനുവലിനെയും കൊണ്ട് ബേക്കറിക്കകത്തേക്ക് കാർ ഇടിച്ചു കയറ്റി. മാനുവലിനാകെ പരിക്ക് പറ്റി ഒരു വല്ലാത്ത അവസ്ഥയുമായിരുന്നു. അതിഥി എവിടെയാണോ കിടത്തിയിരുന്നത് അതേ ഭാഗത്തായിരുന്നു അവൾ ഇടിച്ചു കയറിയതും. ബേക്കറിയിലേക്ക് കാർ ഇടിച്ചു കയറിയതിൽ റോയ് അങ്കിളിനും ജോണിനും നന്നായി പരിക്ക് പറ്റിയിരുന്നു. മാത്രമല്ല അകത്തേക്ക് ചെന്നപ്പോൾ അതിഥിയും കാണാനില്ല. അതിഥിയെ അവിടെ ആകെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ബോക്സിനുള്ളിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അതിഥിയെ. അവൾ ശ്വാസം കിട്ടാത്ത അവസ്ഥയിലുമായിരുന്നു. അതിഥിയെ പ്രിയ രക്ഷിക്കുകയും ചെയ്തു. അതേസമയം തന്നെ മാനുവലിന്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. റിങ് ചെയ്യുന്നത് കേട്ട് മാനുവലിന്റെ ബോധം വീഴുകയും ചെയ്തു. എന്നാൽ ഫോൺ എടുത്തത് പ്രിയ തന്നെയായിരുന്നു. എന്നാൽ ഫോണിന് അപ്പുറത്തുനിന്ന് സംസാരിച്ചാൽ അമ്മച്ചിയാണല്ലോ. അമ്മച്ചി ചോദിക്കുന്നു, എടാ എന്തായടാ കാര്യങ്ങൾ? അത് കേട്ട പ്രിയയാണെങ്കിൽ, അമ്മച്ചി കാര്യങ്ങൾ കുറച്ചൊന്ന് പാളിപ്പോയി. അത് കേട്ടതും അമ്മച്ചിയും ഷോക്കാവുന്നു. പിന്നീട് അമ്മച്ചിയുടെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഡയാനയും അതിഥിയും ലെസ്ബിയൻ റിലേഷൻഷിപ്പിലാണെന്ന കാര്യം അമ്മച്ചിയൊക്കെ അറിഞ്ഞിരുന്നു. അത് പുറത്തറിഞ്ഞാൽ അവരുടെ അഭിമാനത്തിന് തന്നെ ബാധിക്കുമെന്നും അമ്മച്ചിക്കൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അമ്മച്ചിയും ഈ റോയങ്കിളും ജോണും മാനുവലും ചേർന്ന് ഡയാനയെ കൊല്ലുവാനായും തീരുമാനിച്ചത്. അവരെല്ലാവരും കൂടി കളിച്ച നാടകമായിരുന്നു അമ്മച്ചിയുടെ അൽഷിമേഴ്സ് എല്ലാം. അമ്മച്ചി അതെല്ലാം അഭിനയിക്കുകയായിരുന്നു. അന്ന് ജ്യൂസ് കുടിച്ചപ്പോൾ സ്റ്റെഫി മാത്രം ഉറങ്ങിപ്പോയത് എന്തെന്നാൽ സ്റ്റെഫി ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിച്ച് വെച്ചതിന് ശേഷമാണല്ലോ മാനുവൽ അവളെ കോൾ വിളിച്ചതും അവൾ മാറി നിന്ന് ഫോണിൽ സംസാരിച്ചതും. ആ ജ്യൂസിൽ അമ്മച്ചി എപ്പോഴേക്കും പൊടിച്ചു വെച്ചിരുന്ന ഉറക്ക ഗുളികകൾ ചേർത്തിരുന്നു. സ്റ്റെഫി കുടിച്ച ഗ്ലാസ്സിൽ മാത്രമായിരുന്നു ഉറക്ക ഗുളിക ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്റ്റെഫി മയങ്ങിപ്പോയതും പ്രിയയ്ക്ക് മയക്കം വരാത്തതും. അങ്ങനെ സ്റ്റെഫി ഉറങ്ങിയ സമയം നോക്കി അമ്മച്ചിയാണെങ്കിൽ റോയങ്കിളുടെ കാറിൽ കയറി. എന്നിട്ട് ആരും അറിയാതെ കാറിൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഡയാനെ വിവരം അറിയിച്ചു അമ്മച്ചിയെ കാണാനില്ലെന്ന്. അമ്മച്ചിയെ കാണാനില്ലെന്നറിഞ്ഞതും ഡയാന ന്യൂസിലൻഡിൽ നിന്ന് വന്നു. അവളുടെ മുന്നിൽ അമ്മച്ചിയെ കാണാനില്ലെന്നുള്ള ഒരു നാടകവും മാനുവലും റോയങ്കിളും ജോണും ഒക്കെ കളിച്ചു. അവളത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ചു വീണ്ടും ന്യൂസിലൻഡിലേക്ക് പോയ ഡയാനയാണെങ്കിൽ അമ്മച്ചിക്ക് കാണണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ വാട്സപ്പിൽ വന്നതിനാൽ അവൾ നേരെ അമ്മച്ചിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അന്ന് രാത്രി പ്രിയയാണെങ്കിൽ അമ്മച്ചിയെ വീട്ടിലൊരു റൂമിൽ നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് തന്നെ ആരും അറിയാതെ മാനുവൽ അമ്മച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ വീട്ടിലേക്ക് തന്നെയാണ് ഡയാനയും കൊണ്ടുവന്നത്. അന്ന് പ്രിയ യഥാർത്ഥത്തിൽ കണ്ടത് അമ്മച്ചിയെ തന്നെയായിരുന്നു. അവിടെ അമ്മച്ചി ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മച്ചിയും മാനുവലും ജോണും റോയും ഒക്കെ ചേർന്ന് ഡയാനെ കൊന്നുകളഞ്ഞു. അവളുടെ ബോഡി പാർട്സ് ആണ് ആസിഡ് ഒഴിച്ച് കരിച്ചതിനു ശേഷം ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിച്ചുകൊണ്ടേയിരുന്നത്. മകൾ ലെസ്ബിയൻ ആയതിനാൽ അമ്മച്ചിയും കൂട്ടനും ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമായിരുന്നു അത്. അങ്ങനെ ആ കേസെല്ലാം ചുരുളഴിഞ്ഞു. പ്രതികളായവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നാട്ടുകാർക്ക് എല്ലാവർക്കും ആ ഒരു വാർത്ത ഒരു ഞെട്ടലായിരുന്നു. എന്നാൽ ഈ കേസ് തെളിയാൻ ഏറ്റവും കൂടുതൽ കാരണം പ്രിയയാണല്ലോ. പ്രിയയെ നോക്കി പുഞ്ചിരിക്കുകയാണ് ഭർത്താവായ ആന്റണി. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.